നമസ്കാരം. ഞാൻ സോഹൻ റോയ്. ഭാഷാപിതാവിൻ്റെ ജന്മസ്ഥലിയിൽ നടക്കുന്ന പുസ്തക ചർച്ചയിലും കവി സമ്മേളനത്തിലും പങ്കെടുക്കുവാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ നേരത്തെ ഏറ്റെടുത്ത ഒരു പ്രോഗ്രാം ശ്രീലങ്കയിലുള്ളത് കൊണ്ട് എനിക്ക് വരാൻ സാധിക്കില്ല. അതിലുള്ള ഖേദം അറിയിക്കുന്നു. എൻ്റെ അഭാവത്തിൽ എൻ്റെ അണുകവിതകൾ അവതരിപ്പിക്കുന്ന ശ്രീ സോമൻ കടലൂരിന് പ്രത്യേക നന്ദി. അദ്ദേഹത്തിന് ഒരു ഇൻട്രഡക്ഷൻ്റെ ആവശ്യമില്ല. ഒപ്പം ഇതിൽ പങ്കെടുക്കുന്ന ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണനും ശ്രീ റഫീഖ് അഹമ്മദിനും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇതിൻ്റെ സംഘാടകർക്കും എൻ്റെ ഒരുപാട് നന്ദി. ഒപ്പം ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ കവികൾക്കും ആശംസകൾ. തീർച്ചയായിട്ടും മറ്റൊരവസരത്തിൽ നേരിട്ട് കാണാം. താങ്ക് യു. എനിക്ക് വായിക്കാൻ കിട്ടിയിരിക്കുന്ന 2 പ്രധാനപ്പെട്ട പുസ്തകം, ആ പുസ്തകം പ്രത്യാശയുടെ പുസ്തകമാണ്, പ്രതീക്ഷയുടെ പുസ്തകമാണ്. അത് വായിച്ചു തീരുന്ന സമയത്ത് സവിശേഷമായൊരു നക്ഷത്രം, സവിശേഷമായ ഒരു ദീപസ്തംഭം, സവിശേഷമായ ഒരു ലൈറ്റ് ഹൗസ്, സവിശേഷമായ ഒരു വിളക്ക് മാടം നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു പുസ്തകം ഏത് വരി നമ്മെ പ്രചോദിപ്പിക്കും നമുക്ക് പറയാനാവില്ല. നമ്മെ കാത്തു നിൽക്കുന്ന ചിറക് വെച്ചൊരു വാക്യം, ഒരാശയം, ഒരു സംഭവം, ഒരു അനുഭവം ഈ പുസ്തകങ്ങളിലൊക്കെ ഉണ്ട്. അമ്മമാരെ ഉപേക്ഷിക്കുന്ന, ഭാഷയെ ഉപേക്ഷിക്കുന്ന ഒരു കാലത്ത് ഒരു മനുഷ്യൻ അമ്മയെ ചേർത്ത് നിർത്തിയ ഒരു പുസ്തകത്തിൻ്റെ പേരാണ് കസ്തൂരി ശലഭം എന്ന് പറയുന്നത്. എന്ത് മനോഹരമായി, ഇത്ര നന്നായി പരിചരിച്ച. എന്തുകൊണ്ടാണ് കുഞ്ഞു മക്കൾ ലഹരിക്ക് അടിപ്പെടുന്നതെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരവുള്ള അശോക് മണിയുടെ കവിത. കുപ്പിപ്പാൽ തന്ന് അമ്മ അന്ന് എന്നെ പറ്റിച്ചു, ഇപ്പോൾ അമ്മയേക്കാൾ എനിക്കേറെ ഇഷ്ടം കുപ്പികളോടാണ്. മതിയല്ലോ. കുപ്പിപ്പാൽ തന്ന്, കുപ്പിപ്പാൽ കൊടുക്കേണ്ട കാലത്ത് കുപ്പിപ്പാൽ കൊടുക്കാതെ എന്ത് ചെയ്തു, വേറെ എന്തോ. പക്ഷെ ഈ അമ്മയുണ്ടല്ലോ, ഈ അമ്മ ഇത്രയും തിരക്ക് പിടിച്ചിട്ട്, ഇവരെ ഒരാളല്ല, ഇവർ മികച്ച പ്രഭാഷകയാണ്, മികച്ച പൊതുപ്രവർത്തകയാണ്, സ്കൗട്ടിൻ്റെ ആളാണ്, സംസ്കൃത പണ്ഡിതയാണ്, മലയാളം പണ്ഡിതയാണ്, അവര് സാമൂഹ്യ പ്രവർത്തകയാണ്, സ്വാതന്ത്ര്യ സമര സേനാനികളുടെയൊക്കെ വളരെ പ്രിയപ്പെട്ട ആളുകളാണ്, സമരോജ്ജലമായ ജീവിതം നയിച്ച ആളാണ്. അവര് ഒരു വീടിനെ തന്നെ എന്താണ് ഏറ്റവും വലിയ മാതൃയാക്കി മാറ്റിയ ആളാണ്. അങ്ങനെ ഒരു കുടുംബിനി ആയിരിക്കുമ്പോൾ തന്നെ എന്താണ് വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിലേക്ക് വിസ്തൃതമായ ഒരു മഹാ വനിതയെ, സ്വന്തം അമ്മയെ എന്താണ് പ്രിയപ്പെട്ട സോഹൻ റോയ് ഓർമ്മിക്കുകയാണ്. അങ്ങനെ ഓർമ്മിക്കണമെങ്കിൽ, പിൽക്കാലത്ത് ഒരു മകൻ ഓർമ്മിക്കണമെങ്കിൽ, ഇങ്ങനെ പച്ചയിലേക്കും പടപ്പിലേക്കും പടർന്നേറിയ ഒരമ്മയെ ഓർമ്മിക്കണമെങ്കിൽ, ആ അമ്മയേക്കാൾ ഓടണമെങ്കിലുണ്ടല്ലോ സോഹൻ സാറിന് മറ്റൊന്നും കൊണ്ടും സാധിക്കില്ല. പുതിയ മീഡിയ എയുടെ വലിയ ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയെന്നാണ് ഇപ്പൊ നേരത്തെ കണ്ടത്, ഏറ്റവും പുതിയതുപോലെ. എന്നിട്ടും അദ്ദേഹം എന്താണ് ഇടയ്ക്കും തലയ്ക്കോ പറയുന്നത്, അമ്മയുടെ ഒരു ചെറിയ മകൻ മാത്രാട്ടോ ഞാൻ. ഇത്രയും വലിയ കോടീശ്വരനായിട്ടും, ഇത്രയും വലിയ വ്യവസായ സംരംഭങ്ങളുടെ ആളായിട്ടും, ഇത്രയും ലോകത്ത് സഞ്ചരിച്ചിട്ടും ആ ചെറിയ ഇടങ്ങളിൽ മാത്രം ജീവിച്ച ഒരമ്മ തൻ്റെ ആകാശത്തിനേക്കാളൊക്കെ വലുത് എന്ന് പറഞ്ഞ ഒരു പുസ്തകമാണ് ഈ പുസ്തകം. ഈ പുസ്തകത്തിന്റെ ഒന്നാമത്തെ പ്രാധാന്യമായിട്ട് ഞാൻ കണക്കാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നേരത്തെ പ്രിയപ്പെട്ട നസീർ, ഞാൻ അദ്ദേഹത്തിന് പ്രേം നസീർ എന്ന് വിളിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ, ഇത് നിങ്ങൾ വായിക്കേണ്ട സാർ, ഞാൻ ഇതിൽ ഓരോ വരിയും പറഞ്ഞുതരാം. കാരണം ഇത് സോഹൻ റോയിൻ്റെ ആത്മകഥ മാത്രമല്ല, സോഹൻ റോയുടെ അമ്മയുടെ ഡയറക്റ്റ് കുറിപ്പ് മാത്രമല്ല, ഇത് എൻ്റെയും കൂടി ചരിത്രമാണ്. കാരണം ഞങ്ങൾ അന്ന് കണ്ണീരോടുകൂടി, വേദനയോടുകൂടി സ്വപ്നങ്ങൾ പങ്കുവെച്ച്, ഞങ്ങളൊരു ബെഞ്ചുണ്ട്, അപ്പുറത്തിരിക്കുന്നവൻ ഈഴവനാണോ, ഇസ്ലാം മത വിശ്വാസം, ക്രിസ്തുമത വിശ്വാസം, നായരാണോ നമ്പൂരിയാണെന്ന് ആലോചിക്കാതെ സ്നേഹം കൊണ്ട് ടൈറ്റായ ഒരു ബെഞ്ചുണ്ട്. ആ ബെഞ്ചിലിരുന്നാണ് ഞങ്ങൾ ലോകത്തെ സ്വപ്നം കണ്ട്. എൻ്റെയും കൂടി കഥയാണ് എന്ന് പ്രിയപ്പെട്ട നസീർ ഓർമ്മിക്കുന്ന ഈ പുസ്തകത്തെ ഞാൻ ഒന്നാമതായിട്ട് അടയാളപ്പെടുന്നത്, ഇത് ആ കാലത്തെ പുനലൂരിൻ്റെ ചരിത്രമാണ്, ആ കാലത്തെ കൊട്ടാരക്കരയുടെ ചരിത്രമാണ്, ആ കാലത്തെ കൊല്ലം ജില്ലയുടെ ഒരു പ്രോട്ടോടൈപ്പായി വരുന്ന ഉജ്ജ്വല പുസ്തക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഇത് ചരിത്രത്തെ തൊടുന്നു, ചരിത്രത്തെ അഗാധമാക്കുന്നു. നിങ്ങൾക്ക് ഒരു ചരിത്ര പുസ്തകത്തിലും ഇതിൽ അമ്മയുടെ ഓർമ്മക്കുറിപ്പ് പറഞ്ഞ ഒരു വസ്തു നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. SK വസന്തൻ മാഷ്ടെ കേരള ചരിത്ര നിഘണ്ടുവിൽ നോക്കിക്കഴിഞ്ഞാലും നമുക്കത് കാണാൻ പറ്റില്ല. കാരണം എന്താ, ഇത് മൈക്രോ ഹിസ്റ്ററിയാണ്, ഇത് സ്പോക്കൺ ഹിസ്റ്ററിയാണ്, ഇത് പ്രചരിതമായ ചരിത്രമാണ്, ഇത് പ്രചണ്ഡമായ ചരിത്രമാണ്. എൻ്റെ ഉമ്മയുടെ സുഹൃത്താണ് സോഹൻ്റെ അമ്മ കസ്തൂരിബായി ടീച്ചർ. നമ്മുടെ മുന്നിൽ ഈ പുസ്തകം കൊണ്ടുവന്ന, അല്ലെങ്കിൽ പുസ്തകത്തിൻ്റെ ഉടമ സോഹൻ, അതൊരു ജനുസാണ്. ഞങ്ങൾ ഒന്നിച്ച് ചെറിയ ക്ലാസ്സുകൾ മുതൽ ഡിഗ്രി ക്ലാസ്സുകൾ വരെ ഒരൊറ്റ ക്ലാസ്സിലിരുന്ന്, ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ചവരാണ്. സർ സോഹൻ റോയ് എന്ന് പറയുന്ന വ്യക്തി ചെയ്തെന്താ അറിയാമോ? കേരളത്തിൽ അധ്യാപകരില്ലാത്ത ക്ലാസ് റൂം അല്ലെങ്കിൽ സ്കൂൾ ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് അറിയില്ല അത്. ഇറ്റ്സ് ഇൻ മൈ പ്ലേസ്. 2 മാസമായി. എൻ്റെ വീടിന് നേരെ ഓപ്പോസിറ്റാണ് വന്നിരിക്കുന്നത്. എയറീസ് എഡ്യൂക്കേഷണൽ 3D തിയേറ്റർ. അവിടെ 3 ഡയമെൻഷനിലായിട്ടാണ് കുട്ടികൾ കാണുന്നത്.
തലച്ചോറിൻ്റെ പ്രവർത്തനം 3 ഡയമെൻഷനിലായിട്ട് കുട്ടിയുടെ മുന്നിലൊക്കെ ഇങ്ങനെ വന്നിട്ട് തലച്ചോറ് ഇങ്ങനെ പിളർന്ന് അതിനുള്ളിലേക്ക് കുട്ടി ഇറങ്ങുകയാണ്. അവൻ ജീവിതകാലത്ത് മറക്കത്തില്ല. ദാറ്റ്സ് വൈ ഐ റെസ്പെക്ട് ഹിം. സോഹൻ്റെ ഈ ഒരു പുസ്തകം ശരിക്കും ഞങ്ങളുടെ നാടിൻ്റെ, ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ കഥയാണ്. ഞാനും ഈ റോയി എന്ന് ഞാൻ വിളിക്കുക, ഞങ്ങൾ രണ്ടുപേരും കൂടെ നടന്ന് ക്രിക്കറ്റ് കളിച്ച് നടന്ന സ്ഥലത്തിൽ ആ അമ്മയെക്കുറിച്ച്, അമ്മമാരെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല, ആ അമ്മയെക്കുറിച്ച് എഴുതിയ ഇത് ഞാൻ വായിച്ചിട്ട് എനിക്ക് കിട്ടിയെന്ന് തന്നെ ഞാൻ വായിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു സംരംഭവും ഇങ്ങനെ ഒരു കാര്യം ഇവിടെ നടന്നതിൽ വളരെയധികം സന്തോഷിക്കുന്നു.